ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനം രക്ഷയുടെ അൾത്താര എന്ന വിചിന്തനത്തിൽ ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് രണ്ട് അപ്പസ്തോലന്മാരെയാണ്. ഒന്ന് അന്ത്രയോസ്, രണ്ടാമത്തെ വ്യക്തി യാക്കോബ്. അപ്പസ്തോലന്മാരിൽ ഈ രണ്ട് വ്യക്തികൾ അവരുടെ സ്ഥാനം, അവര് എപ്രകാരം ദൈവത്തെ സ്നേഹിച്ച് ദൈവരാജ്യം പ്രഘോഷിച്ച് ഭാഗ്യമരണം പ്രാപിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വ്യക്തി സൂചിപ്പിച്ചൊരു കാര്യം എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. നമ്മൾ എത്രമാത്രം സഹനങ്ങളോട് വിമുഖത കാണിക്കുന്നവരാണ് എന്ന ആ ഒരു ചിന്ത എനിക്ക് വന്നു. സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നൊരു വ്യക്തി, സ്ഥിരമായ പ്രാർത്ഥന, കൂട്ടായ്മയിൽ പങ്കാളിത്തം. എന്നിട്ടും അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് ക്യാൻസർ പോലത്തെ വല്ല മാരകമായ രോഗമോ അതുപോലത്തെ സഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തു കളയും. എനിക്ക് ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അത് നഷ്ടമാക്കിയ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണേണ്ടി വരും. എനിക്ക് വേദനയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ വേദനാജനകമായ ഒരു സാഹചര്യം വരികയാണ്, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് മാറുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു കളയും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ അപ്പസ്തോലന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സഹനം, എത്ര വലിയ സന്തോഷത്തോടെ ഏറ്റെടുത്ത്, അതും അവർ ഈ രക്തസാക്ഷിത്വത്തോളം അവരുടെ സ്നേഹത്തെ, ദൈവത്തോടുള്ള സ്നേഹത്തെ ഉയർത്താൻ സന്നദ്ധരായി എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് വിശുദ്ധ അന്ത്രയോസ്. നമുക്കറിയാം, അന്ത്രയോസ് എന്ന് പറഞ്ഞാൽ ശെമയോന്റെ മകനാണ്. അതുപോലെ തന്നെ പത്രോസിന്റെ സഹോദരനാണ്, പത്രോസിന്റെ ജ്യേഷ്ഠ സഹോദരൻ. ഇവനാണ് പത്രോസിനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്ത്രയോസ്, ദൈവ വചനത്തിൽ നിന്നും ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പത്രോസും അന്ത്രയോസും ആദ്യം സ്നാപക യോഹന്നാന്റെ ശിഷ്യരായിരുന്നു. പിന്നീട് സ്നാപക യോഹന്നാൻ തന്നെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യരായിട്ട് ഇവർ മാറി. സ്നാപകന്റെ ശിഷ്യന്മാര് യേശുവിൻ്റെ ശിഷ്യരായിട്ട് മാറി. അന്ത്രയോസ് ആദ്യം യേശുവിലേക്ക് വരുന്നു. പിന്നീട് യേശുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പോയി അവൻ്റെ സഹോദരൻ പത്രോസിനെ യേശുവിൻ്റെ അടുത്ത് എത്തിച്ചു. നമുക്കറിയാം പിന്നീട് സംഭവിച്ചത്, പത്രോസാണ് അന്ത്രയോസിനേക്കാൾ കൂടുതൽ പ്രശസ്തനായിട്ട് മാറിയത്, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ തലവനായി മാറിയത്. യോഹന്നാൻ 1-ാം അധ്യായം 38 മുതൽ 43 വരെ വായിച്ചാൽ അന്ത്രയോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവന് മിശിഹായെ കണ്ട് അനുഗ്രഹീതനായ ഒരു വ്യക്തിയാണ്. അത് അവനിൽ അഭിഷേകമായി മാറി. അതുകൊണ്ടാണ് അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മിശിഹായെ കണ്ടു. അങ്ങനെ ഒരു വ്യക്തി അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഈ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്ത്രയോസിനെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, യേശുവിനെ കണ്ട അന്ത്രയോസ് അവൻ ചെയ്തൊരു കാര്യം, യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. യേശുവിനെ നമ്മൾ കാണാതെ, അനുഭവിക്കാതെ ഈ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ യേശു അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാനോ നമുക്ക് സാധിച്ചെന്ന് വരില്ല. നമുക്ക് ഒരുപാട് ഓടി നടക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റും. യേശു അനുഭവമുള്ളവർക്കാണ് ആ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാനായിട്ട് സാധിക്കുക. പന്തക്കുസ്തായ്ക്ക് ശേഷം അവിടെ അപ്പസ്തോലന്മാരെല്ലാം ഒരുമിച്ച് കൂടി പന്തക്കുസ്തായിൽ വലിയ ഒരു അഭിഷേകമാണ് പ്രാപിച്ചത്. അതിനുശേഷം ഇവരെല്ലാം നാനാഭാഗങ്ങളിലേക്ക് പോയി ദൈവരാജ്യം പ്രഘോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അക്കയായിൽ പാത്ര എന്ന സ്ഥലത്ത്, അവിടെയാണ് AD 60 അവിടെ പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന അന്ത്രയോസിനെ നമുക്ക് കാണാൻ പറ്റും. അവന് മറ്റു പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച ഒരു വ്യക്തിയാണ്. AD 600 അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നത് കാണാൻ പറ്റും. അന്ത്രയോസിനെ കുരിശിൽ തറച്ചു. പക്ഷെ ആ കുരിശിനൊരു പ്രത്യേകതയുണ്ട്, എക്സ് ഷേപ്പിലുള്ള കുരിശ്. അതിലേക്ക് അവനെ ബന്ധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം അവനെ ചാട്ടവാർ അടിച്ച് പ്രഹരിച്ചു, പിന്നീടാണ് ഈ കുരിശിൽ ബന്ധിച്ചത്. 2 ദിവസം ജീവനോടെ ആ കുരിശിൽ കിടന്നു എന്നാണ് പറയപ്പെടുക. ഇനി ആ കുരിശിൽ കിടന്നപ്പോൾ അന്ത്രയോസ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കുരിശിൽ കിടന്ന് ആ വലിയ പീഡ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞൊരു കാര്യം, മരണം മുന്നിൽ കണ്ട് ഏത് നിമിഷം വേണേലും മരിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ പ്രകാരമാണ്, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാൽ പവിത്രീകരിക്കപ്പെട്ട കുരിശേ, എത്ര നാളായി നിന്നെ കൊതിച്ചിരിക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര നാളായിട്ട് നിനക്ക് വേണ്ടി ഞാൻ കൊതിച്ചിരിക്കാൻ. നമ്മൾ ചില വിശുദ്ധരുടെ കാര്യം കണ്ടു, സഹിക്കാൻ കൊതിച്ച വിശുദ്ധർ. അന്ത്രയോസും ആ ഗണത്തിൽപ്പെടുന്നതാണ്. ഇതാ ഞാൻ അത് കണ്ടെത്തിയിരിക്കുന്നു. അതാണ് കുരിശ് തൻ്റെ മുമ്പിൽ വന്നപ്പോൾ, കുരിശിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം, നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യ ഗുരുവിന് എന്നെ സമർപ്പിക്കുക. നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ. ഇത് മനോഹരമായൊരു പ്രാർത്ഥന നടത്തിയാണ് ആ വ്യക്തി രക്തസാക്ഷിത്വം വഹിച്ചത് എന്ന് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു അപ്പസ്തോലൻ
വിശുദ്ധ യാക്കോബ്. നമുക്കറിയാം അപ്പസ്തോലന്മാരിൽ ആദ്യം രക്തസാക്ഷിയായത് വിശുദ്ധ യാക്കോബാണ്. സലോമിയുടെ പുത്രന്മാരിൽ ഒരുവനാണ് ജെയിംസ് ദ ഗ്രേറ്റർ. സെബദിയുടെയും സലോമിയുടെയും 2 പുത്രന്മാർ, സെബദി പുത്രന്മാരെ കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. അതിൽ ഒരാളാണ് ജെയിംസ് ദ ഗ്രേറ്റർ. ഒരാൾ കൂടിയുണ്ട് ജെയിംസ് ദ ലെസർ എന്ന് പറഞ്ഞാൽ ചെറിയ യാക്കോബ്. ഇവർ രണ്ടുപേരും സൺസ് ഓഫ് തണ്ടർ, ഇടിനാദത്തിന്റെ പുത്രന്മാർ എന്നറിയപ്പെട്ടിരുന്ന 2 പേരാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ രക്തസാക്ഷി AD 44 രക്തസാക്ഷിത്വം വഹിച്ച ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധ യാക്കോബ്. ഹെറോദ് അഗ്രിപ്പ, അദ്ദേഹമാണ് ഈ ശിരച്ഛേദനത്തിന് ഓർഡർ ഇട്ടത്. ഇതിന്റെ കാരണം നമുക്കറിയാം. ജൂവിഷ് ആലയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് യാക്കോബ് സുവിശേഷം പ്രഘോഷിച്ചു, യേശുവിനെ പ്രഘോഷിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരാദ്യം ജനം ഒരുമിച്ച് കൂടി അവനെ കല്ലെറിഞ്ഞു. ഇതിനുശേഷം അവൻ്റെ തലവെട്ടാനായിട്ട് ഹെറോദ് അഗ്രിപ്പ ഓർഡർ ഇട്ടു. കാരണം അത് ഈ യൂതന്മാരെ കൂടുതൽ സന്തോഷിപ്പിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യത്തിന് മുമ്പോട്ട് വന്നത്. വിചാരണ സമയത്തും അതുപോലെ തന്നെ വിധി സമയത്തും ഈ സ്ലീഹ, അതായത് ഈ യാക്കോബ് സ്ലീഹ ധീരത പ്രകടിപ്പിച്ചു. അത് കണ്ടിട്ട് ന്യായാധിപന് സംഭവിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ന്യായാധിപൻ വിധിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അവൻ വിളിച്ചു പറയാണ്, ഞാനും ക്രിസ്ത്യാനിയാണ്. ഇനി ആ വ്യക്തിയെ അവർ മരണത്തിന് വിധിച്ചു, ന്യായാധിപനെ. ന്യായാധിപൻ വന്നിട്ട് യാക്കോബിനോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ ഒരു കാര്യത്തിന്, അതായത് നിന്നെ വിധിക്കാൻ ഞാൻ മുമ്പോട്ട് വന്നതിന് എന്നോട് ക്ഷമിക്കണം. ഇപ്പം ഈ യാക്കോബിനൊരു സംശയം ഉണ്ടായിരുന്നു, പിന്നെ സഹോദര എന്ന് വിളിക്കാൻ പറ്റുമോ? കാരണം അവൻ മാമോദീസ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് സഭയുടെ ആ ഒരു പഠനം മനസ്സിലേക്ക് വന്നു. രക്തസാക്ഷിത്വം ജ്ഞാനസ്നാനത്തിന് തുല്യമാണ്. സഹോദര എന്ന് വിളിച്ച് അവനെ ആശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, 2 പേരും ഒരുപോലെ അവരുടെ തല നീട്ടിക്കൊടുത്തു ആ ശിരസ് വെട്ടാൻ വേണ്ടി. അങ്ങനെ 2 പേരുടെയും തല ഒരേ സമയത്ത് ഛേദിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെ എത്ര ധീരതയോടെയാണ്, എത്ര സ്നേഹത്തോടെയാണ് ഇവർ ഈ രക്തസാക്ഷിത്വം വരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം. നമുക്ക് ഇതുപോലൊരു സ്നേഹവും അഭിഷേകവും കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിനി പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേരാം. സഭാമക്കൾ തീഷ്ണമതികളായി മാറാൻ ഒരു കോമൺ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.